അതിന്റെ അകത്ത് അദ്ദേഹത്തിന് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പേപ്പർ വിൽക്കുകയും കഥകൾ എഴുതുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബോട്ടിലേക്ക് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഹാർബറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എവിടെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. എവിടെയാണ് വന്നിരിക്കുന്നത്? കുട്ടികൾ എന്താണെന്നും പറയാത്തത്? എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മള് കൊച്ചിയിലാണ് അല്ലേ? കൊച്ചിയിലാണ് അല്ലേ? എറണാകുളത്തെ കൊച്ചിയിലാണ് വന്നിരിക്കുന്നത് അല്ലെ? ഈ കൊച്ചിയിൽ എന്താണ് പ്രത്യേകത? കൊച്ചിയിൽ എന്താണ് പ്രത്യേകത? മടിക്കണ്ട, നിങ്ങൾ പറഞ്ഞോ, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ഹാർബറാണ് അല്ലെ? ഹാർബർ എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രധാന വാണിജ്യമായ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾക്ക് ഒത്തിരി ഹാർബറുകളുണ്ട്. ഇന്ത്യയില് ഗുജറാത്തില്, കാട്ട്ലയില്, ബോംബെയില്, ചെന്നൈയില്, അങ്ങനെ ഒത്തിരി ഹാർബറുകളുണ്ട്. ഓക്കെ, ആ ഹാർബറുകളൊക്കെ കടലിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടലിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഈ ഹാർബറിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കായലിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കടലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കടലല്ല, ഇത് കായലാണ്. കായൽ, ഇവിടെ 2 കായലുകളാണ് വരുന്നത്. 2 കായൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് നിന്ന് ഒഴുകി വരുന്നത് ആലപ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വേമ്പനാട്ട് കായലാണ്. അതേ സമയത്ത് വലതുവശത്ത് നിന്ന് ഒഴുകി വരുന്നതോ കായൽ. നിങ്ങൾ പറയാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പെരിയാറാണ്, പെരിയാർ, മുല്ലപ്പെരിയാർ. ഓക്കെ, പെരിയാർ, വേമ്പനാട്ട് കായലും പെരിയാറും കൂടി ചേർന്ന് ഒഴുകിയിട്ട് എവിടെ പോയി ചേരുക? അറബിക്കടലിലാണ് പോയി ചേരുക. അതാണ് ഈ ഹാർബറിന്റെ പ്രത്യേകത. ഇത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാര് കായലും കടലും കൂടി ചേർത്തിട്ട് ഒരു ഹാർബർ ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റുള്ള ഹാർബർ എല്ലാം കടലിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുക. ഓക്കെ, പക്ഷെ ഇത് ഇൻലാൻഡ് ബാക്ക് വാട്ടർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായലിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷുകാരനായ സർ റോബർട്ട് ബ്രിട്ടർ എന്ന ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്നിരിക്കുന്ന ഒരു ഹാർബറാണ്. 1920കളിലാണ് ഈ ഹാർബർ ബ്രിട്ടീഷുകാരൻ കൺസ്ട്രക്ട് ചെയ്തത്. 1920. ഈ ഹാർബർ കൺസ്ട്രക്ട് ചെയ്ത ബ്രിട്ടീഷുകാരന്റെ പേരാണ്, എഞ്ചിനീയറുടെ പേരാണ് സർ റോബർട്ട് ബ്രിസ്റ്റോ. ഓക്കെ, സർ റോബർട്ട് ബ്രിസ്റ്റോ 1920കളിലാണ് 13 വർഷം ചെലവാക്കിയിട്ടാണ് ഈ ഹാർബർ മൊത്തം കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. 13 വർഷം ചെലവാക്കിയിട്ട്. ഓക്കെ, അതാണ് ഈ ഹാർബർ പ്രത്യേകത. ഇനിയും കുറെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ യാത്രയിൽ അതൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, ഇനി നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടവർ പോലെ പൊങ്ങി നിൽക്കുന്ന ക്രെയിനുകളൊക്കെ ഒത്തിരി കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടോ? ഓറഞ്ച് കളറിലെ, ചുമപ്പ് കളറിലെ ക്രെയിനൊക്കെ. അത് ഹാർബറിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ നിർമ്മാണശാലയാണ്, കൊച്ചി കപ്പൽ നിർമ്മാണശാല. ഓക്കെ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വലിയ വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. ആന്ധ്രയിലെ വിശാഖപട്ടണവും കേരളത്തിലെ കൊച്ചിയിലും. ഓക്കെ, ഈ കൊച്ചിയിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താ പറയുക, നേവിക്ക് വേണ്ടി, ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഒരു വിമാനവാഹിനി കപ്പൽ നമ്മൾ ഉണ്ടാക്കിയെന്നാണ്. ലാസ്റ്റ് വിമാനവാഹി INS വിക്രാന്ത് സെക്കൻഡ് എന്നാണ് ആ കപ്പലിന്റെ പേര്. ഏകദേശം 3300 കോടി രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ്. അത് ഇവിടെയാണ് നിർമ്മിച്ചത്. ഓക്കെ, ഇതിനു മുമ്പെല്ലാം നമ്മൾ വിമാനവാഹി കപ്പല് സെക്കൻഡ് ഹാൻഡ് വെളിയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന്, സോവിയറ്റ് യൂണിയനിൽ നിന്നെല്ലാം നമ്മൾ സെക്കൻഡ് ഹാൻഡ്, അവർ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കൊണ്ടിട്ടാണ് ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ A to Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് അവസാനം വരെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയാണ് ഒരു കപ്പൽ നിർമ്മാണശാലയാണ് നമ്മൾ ആ കാണുന്നത്. കണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് ഒരു ബോൾ പോലുള്ള കപ്പൽ കാണാൻ പറ്റുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ബോൾ പോലും കപ്പൽ കാണുന്നില്ലേ? അത് നേവൽ ബേസ് ഏരിയ എന്ന് പറയും. നേവൽ ബേസ് ഏരിയ എന്ന യുദ്ധത്തിന് പോകുന്ന കപ്പലുകളാണ്. ഇന്ത്യയുടെ വാർഷിപ്പ് എന്ന് പറയും. 4 സംസ്ഥാനങ്ങളുടെ വാർഷിപ്പ് നിൽക്കുന്ന സ്ഥലമാണ്. ആന്ധ്ര, കർണാടക, തമിഴ്നാടു, കേരളം. ഈ 4 സ്റ്റേറ്റിനും ഒരു നേവൽ കമാൻഡ് ഓഫീസർ ഉണ്ട്. നേവിയുടെ വലിയ ഓഫീസർ ആയിരിക്കും. ഈ 4 സംസ്ഥാനങ്ങളുടെ ചാർജ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഷിപ്പ് മാത്രം നിൽക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്നത് ഒരു മൺറോവിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കപ്പലാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുടെ കാഴ്ച എങ്ങനെയാണ് പോകുന്നതെന്നനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇടതുവശത്ത് ചേർന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു പോവാണ്. ഓക്കെ, ഒരു മൺറോവിയിൽ നിന്ന് വന്നിരിക്കുന്ന കപ്പലാണ് നിൽക്കുന്നത്. കേട്ടോ? ആ കപ്പൽ എന്താണ് അവിടെ നിർത്തിയിരിക്കുന്നത്? ആ കപ്പൽ നിർത്തിയിരിക്കുന്ന ഒരു ഭാഗത്തിന് ഒരു പേരുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഫെർട്ടിലൈസർ ബർത്ത് എന്ന് പറയും. ഫെർട്ടിലൈസർ ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ മാത്രം വന്നു ചേരാനുള്ള ഒരു ഭാഗമാണ്. ഹാർബറിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. പല സാധനങ്ങൾ പല സ്ഥലത്ത് ഇറക്കത്തുള്ളൂ. അതില് കെമിക്കൽ വന്നു ചേരുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കുറച്ചുകൂടി പഠിക്കും, വലുതാവുമ്പൊക്കെ പഠിക്കും. FACT എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്.
ഫാക്ടറി എന്ന് പറഞ്ഞാൽ കെമിക്കൽ മാത്രം വെടിമരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് ആവശ്യമുള്ള എല്ലാം കെമിക്കൽ മെറ്റീരിയൽ വന്ന് ആ കപ്പൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി അവര് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് അവിടെ നിന്നൊക്കെ വലിയ കമ്പനികളിൽ നിന്നും ആ കമ്പനിക്ക് ആവശ്യമുള്ള കെമിക്കൽ കൊണ്ട് നിർത്തിയിട്ട് അൺലോഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളെ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ യാത്രയില് ഇപ്പൊ നമ്മളെ എറണാകുളത്ത് നിന്ന് തുടങ്ങി, കൊച്ചിയിൽ നിന്ന് വലിയ എറണാകുളം ബോട്ട് നിന്ന് തുടങ്ങിയിട്ട് യാത്രയിൽ നമ്മൾ ഒരുപാട് ദ്വീപുകൾ കാണും. ഐലൻഡ്സ് ആണ്, എല്ലാം കാണുന്ന എല്ലാ ഐലൻഡുകളാണ്. അതിൽ ഒരു ഐലൻഡാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് കാണുന്ന ഒരു ഐലൻഡാണ്. ഈ ഐലൻഡിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഐലൻഡാണ്. അതിന്റെ പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് പേര് പോലെ തോന്നുന്നതാണ് അല്ലേ? ഇനി ഇത് കൂടാതെ ഇനിയും ദ്വീപുകൾ നമ്മൾ കാണാൻ പോകുന്നത് ഫോർട്ട് കൊച്ചി കാണും, വൈപ്പിൻ കാണും, വല്ലാർപാടം കാണും, ബോൾഗാട്ടി കാണും. അതിനുശേഷവും നമ്മൾ എറണാകുളത്തേക്ക് വരിക. ഓക്കെ, അതിലെ വല്ലാർപാടവും ബോൾഗാട്ടിയും വൈപ്പിനും ഫോർട്ട് കൊച്ചിയും എല്ലാം പ്രകൃതിദത്തമായ ഐലൻഡുകളാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്ന കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ ഭൂമി ഉണ്ടായ സമയത്ത് ഉണ്ടാകിയ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരുന്ന ഒരു ഐലൻഡുകളാണ്. പക്ഷെ ഈ ദ്വീപ് ഒരു മാൻമേഡ് ഐലൻഡാണ്. മാൻമേഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യനിർമ്മിതമായ ഒരു ഐലൻഡാണ്. സർ റോബർട്ട് ഫിഷ് എന്ന ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്ന് 1920കളിൽ ഇവിടെ വന്ന് അദ്ദേഹം 13 വർഷം ആളെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ദ്വീപാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ വീടൊക്കെ കാണാൻ പറ്റും, ഒത്തിരി വീടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ആർക്കും സ്വന്തമായിട്ട് വീടുകളില്ലാത്തൊരു സ്ഥലമാണ്. വലിയൊരു ദ്വീപാണ്, പക്ഷെ മൊത്തം സെൻട്രൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണിത് മൊത്തം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഇത് രണ്ട് സൈഡിലും ദ്വീപ് ഹാർബറാണ്. ഈ ഒരു സൈഡാണ് നമ്മളിപ്പോ ഈ കാണുന്നത്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ വെള്ളം ഒഴുകുകയാണ്, അവിടെയും ഹാർബറാണ്. കപ്പൽ നിർത്തിയിട്ട് കയറ്റുമതി ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സംവിധാനമുള്ള ഐലൻഡാണ്. ഈ ദ്വീപിന്റെ പേരാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് 2 കപ്പലുകളിലൂടെ അടുപ്പിച്ച് കാണാൻ പറ്റുന്നത് കേട്ടോ. ആ കപ്പലിന്റെ പേരാണ് MV കോറൽസും അതിന് മുമ്പിൽ നിൽക്കുന്ന കപ്പലിന്റെ പേരെന്താണ്? ലക്ഷദ്വീപ് സി. 2 കപ്പൽ. ഇത് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോകുന്ന യാത്രാ കപ്പലാണ്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് കപ്പലാണ്. ഈ കപ്പലിന്റെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടല്ലേ? ഇവിടെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് ഇനി അങ്ങോട്ട് പോകുന്തോറും കടലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അറബിക്കടലാണ്. ആ അറബിക്കടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നാടില്ല, കംപ്ലീറ്റ് വെള്ളമാണ്. ആ വെള്ളം കഴിഞ്ഞിട്ട് വെള്ളത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പോയി ചേരുന്ന ഒരു നാടാണ് ലക്ഷദ്വീപ്. ഓക്കെ, ആ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ടൂറിസ്റ്റ് കപ്പലാണ് ഈ കിടക്കുന്നത് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പാക്കേജ് ചെയ്യുന്ന ഒരു കപ്പൽ. 5 ദിവസത്തും 7 ദിവസത്തേക്ക് പാക്കേജ് ഒക്കെ പോയി വരാൻ പറ്റും. അതുകൂടാതെ അവിടെ താമസിക്കുന്ന ആളുകളും വന്ന് പോകാനും ഉപയോഗിക്കുന്ന കപ്പലുകളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് റൈറ്റ് സൈഡിൽ നോക്കിക്കോട്ടോ, വലതുവശത്തേക്ക് നോക്കിക്കേ. അവിടെ കുറച്ച് പൈപ്പ് ലൈൻ പോലുള്ള ഒരു ഭാഗം കാണാൻ പറ്റും നിങ്ങൾക്ക്. പൈപ്പ് ലൈൻ പോലെ വെള്ളത്തിലൂടെ പൈപ്പ് ലൈൻ ഒക്കെ ഇട്ടിരിക്കുന്ന അതിന്റെ സൈഡിലൂടെ പൈപ്പ് ലൈൻ. ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്, COT ബർത്ത് എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. COT ബർത്ത് എന്ന് പറഞ്ഞാൽ എണ്ണക്കപ്പൽ കാലിയാക്കുന്ന ഭാഗമാണ്. എണ്ണ എന്നറിയില്ല, എണ്ണ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് പൈസ കൊടുത്ത് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ വന്ന് ചേരുന്ന ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇപ്പൊ അവിടെ കപ്പലില്ല, കപ്പൽ പോയി. ഓക്കെ, കപ്പൽ വന്ന് ചേരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്ന വെള്ള കളർ പൈപ്പ് ഉണ്ട്, ഉയരത്തിൽ നിന്ന് കാണുന്ന പൈപ്പ്. ആ പൈപ്പിന്റെ സൈഡിൽ വലിയ ഓയിൽ ടാങ്കർ കപ്പലുകൾ വന്ന് നിർത്തിയിട്ട് കപ്പൽ അൺലോഡ് ചെയ്ത് കാലിയാക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതിന്റെ സൈഡിൽ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, വെള്ള കളർ പൈപ്പ് ലൈൻ നിങ്ങൾ കാണാൻ പറ്റും. അതിവിടെ നിന്നും ഏകദേശം 18 കിലോമീറ്റർ എങ്ങോട്ട് പോകുന്നു? അമ്പലമുകളിലേക്ക് പോവാണ്, എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ മൊത്തം സപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. എണ്ണക്കപ്പല് കാലിയാക്കുന്ന ഭാഗമാണ് നമ്മുടെ ബോട്ടിന്റെ വലതുവശം. ഇനി എല്ലാവരും ഇടതുവശത്തേക്ക് വന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ഭാഗം തന്നെയാണ്. ഈ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന 3 സിമന്റ് കമ്പനികളിൽ ഒരു സിമന്റ് കമ്പനിയാണ് ഇപ്പൊ നമ്മൾ അരികിൽ കാണുന്നത്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ അകത്ത് 3 സിമന്റ് കമ്പനികളുണ്ട്. അതിലൊരു സിമന്റ് കമ്പനി സുവാരി. ഇനി ആ കറുത്ത ടാങ്കിന്റെ അടുത്ത് ഒരു സിമന്റ് കമ്പനി കൂടിയുണ്ട്, പെന്ന സിമന്റ് കമ്പനി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ദൂരത്തിൽ ഒരു സിമന്റ് കമ്പനി കൂടി നിങ്ങൾക്ക് അവിടെ അരി കാണാം, അൾട്രാടെക് സിമന്റ് കമ്പനി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമന്റ് കമ്പനിയല്ല. സിമന്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമന്റ് ഉണ്ടാക്കുന്ന കമ്പനിയല്ല. ഉണ്ടാക്കണമെങ്കിൽ ഇത്ര സ്ഥലം പോരാ, ഏക്കർ കണക്കിന് ഭൂമി വേണം മാനുഫാക്ചറിങ് ചെയ്യാൻ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാനുഫാക്ചറിങ് ചെയ്ത സിമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സിമന്റ് ഇവരുടെ കമ്പനിക്കാര് സിംഗപ്പൂര്, മലേഷ്യ അവിടെ നിന്നൊക്കെ പോയിട്ട് വളരെ ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യും. ഈ കമ്പനിക്കാർ പർച്ചേസ് ചെയ്തിട്ട് കപ്പലിൽ കൊണ്ടുവരും. അതൊരു പൾപ്പായിരിക്കും. പൾപ്പ് എന്ന് പറഞ്ഞാൽ ലൂസായിട്ട് അതിന്റെ അകത്ത് ഇനിയും കെമിക്കലി ചേർക്കുമ്പോഴാണ് ആ സിമെന്റ് ആയി മാറുള്ളൂ. എന്നിട്ട് ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ഇത് പമ്പ് ചെയ്തിട്ട് ആ പ്ലാന്റിലേക്ക് പോകും. പാക്കിംഗ് മാത്രം ഇവിടെ ചെയ്യത്തുള്ളൂ. അതാണ് ബാഗേജ് സെന്റർ. 100 കോടി രൂപ ചെലവ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന പ്ലാന്റ് ആണ്.
കണ്ട 3 സിമെന്റ് കമ്പനികളുടെ പ്ലാന്റ് ആണ്, അവരുടെ ഔട്ട്ലെറ്റ് ആണ്. എന്നിട്ട് അവരുടെ ബ്രാൻഡില് സിമെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇന്ത്യയിൽ മൊത്തം അവള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അടക്കം ചോദിക്കാം. ഇതെന്താണ് നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് ഒരു വെള്ള കളർ അല്ല പച്ച കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലെ? അതിന്റെ നേരെ എതിർവശത്ത് ഒരു ചുമപ്പ് കളർ കൂടി കാണാം, റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ? ദൂരത്തെ നോക്കി, ഇടതുവശത്ത് പച്ച കളറ്, വലതുവശത്ത് പച്ച കളർ. എന്താണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്? ജി പി സിസ്റ്റം ബോട്ടിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഉണ്ടാവില്ല. ജി പി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോകുന്നതിന്റെ ആഴവും ഡെപ്തും ഇതൊക്കെ അറിയാൻ പറ്റുകയാണ് ജി പി സിസ്റ്റം. എത്ര ദൂരത്തിലാണ് പോകുന്നത്, എന്തോ ആഴത്തിലാണോ ഉള്ളത്, മീനൊക്കെ എത്ര ദൂരത്തിലുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ജി പി സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നലാണ്. ഇതാണ് ഇന്റർനാഷണൽ ഷിപ്പ് ചാനൽ എന്ന് പറയും. എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മളിപ്പോ പകലിലാണ് പോകുന്നതില്ലേ, നേരം വെളുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവർ വെച്ചിട്ട്, കുട്ടികളായ നിങ്ങളെല്ലാം വെച്ചിട്ട് വളരെ എളുപ്പത്തില് ബോട്ട് എങ്ങനെ വേണമെങ്കിലും ഓടിച്ചിടും. പക്ഷെ രാത്രിയിൽ എന്ത് ചെയ്യും നമ്മൾ? ഹാർബറിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറാണ്. എപ്പോ വേണമെങ്കിലും കപ്പൽ കയറി വരാം, എപ്പോ വേണമെങ്കിലും പോവാം. ആ സമയത്ത് രാത്രി എന്ത് ചെയ്യും? രാത്രി റൂട്ട് അറിയാൻ പറ്റില്ല കപ്പിത്താനെ റൂട്ട് അറിയണ്ടേ, ഇരുട്ടായിരിക്കും മൊത്തത്തിൽ. അപ്പൊ റൂട്ട് അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ട്രാഫിക് സിഗ്നൽ അടയാളങ്ങളാണ് കാണുന്നത്. കണ്ടോ, നിങ്ങൾ പുറത്തേക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, അതിന്റെ മുകളിൽ അടയാളങ്ങളിൽ സിഗ്നൽ ഉണ്ട്, ബൾബ് ഉണ്ട്. ആ ബൾബ് തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒരു സൈഡിൽ പച്ച കളർ തെളിയും, ഒരു സൈഡിൽ ചുമപ്പ് കളർ തെളിയും. അതിന്റെ ഉള്ളിൽ മാത്രമേ കപ്പൽ ഓടിച്ച് വരാൻ പാടുള്ളൂ, വെളിയിൽ പോകാൻ പാടില്ല. വെളിയിൽ പോട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തറ തട്ടും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരേ സമയത്ത് ആഴമുള്ള ഇതാണ്. ഇത് ആഴം കുറയാൻ പാടില്ല ഈ ചാനലിന്റെ അകത്ത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും. അതേപോലെ കടലിൽ വരെയും നമ്മൾ ഇതേപോലെ ട്രാഫിക് സിഗ്നൽ ഇട്ടിരിക്കുന്നുണ്ട്. അതാണ് ട്രാഫിക് സിഗ്നൽ ആണ്. അതിന്റെ സോളാർ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി രാത്രിയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വില്ലിംഗ് ടണലിന്റെ അവസാന ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. കണ്ടോ, നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് വില്ലിംഗ് ടണലിന്റെ അവസാന ഭാഗമാണ്. എൻഡ് ഓഫ് ദി വില്ലിംഗ് ടണൽ എന്താണ്? എൻഡ് ഓഫ് ദി വില്ലിംഗ് ടണൽ നിങ്ങൾ ഇപ്പൊ ആലോചിക്കണ്ട. എന്താണ്? ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിംഗിന്റെ മുകളിൽ ഒരു കമ്പ് പോലെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കമ്പ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റഡാർ സിസ്റ്റമാണ്. ഇത് കൊച്ചിൻ ഹാർബറിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്, കൊച്ചിൻ പോർട്ടിന്റെ ഓഫീസാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആയിരിക്കും. ഒരു 13 പേര് ചേർന്നിട്ട് ഒരു മെയിൻ ചെയർമാൻ ഉണ്ട്, IAS ഓഫീസർ ആയിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ വീടും ഗസ്റ്റ് ഹൗസും എല്ലാം നിങ്ങൾ കാണാം. ഇതാണ് ഹാർബർ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതിന്റെ മുകളിൽ റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് 24 TV സ്ക്രീനിന്റെ മുകളിൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റും. അതേപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിംഗ് സിസ്റ്റമാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ തൊട്ടരികില് ഒരു പഴയ ബിൽഡിംഗ് കൂടി കാണാം. പടാ, ഒരു ഘടികാരം വെച്ചിരിക്കുന്ന ബിൽഡിംഗ്. ഘടികാരം പടാ, കണ്ണാടി, മറ്റേ വാച്ച്, ക്ലോക്ക് വാച്ച് ബിൽഡിംഗ്. അതാണ് ബ്രിട്ടീഷുകാരുണ്ടായ സമയത്തുണ്ടായിരുന്ന ഹാർബർ ഓഫീസാണ്. അത് 1938 ഈ ഹാർബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പഴയ ഓഫീസാണ് കാണുന്നത്. പുതിയ ഓഫീസാണ് ഈ വലിയ ബിൽഡിംഗ്. ഓക്കെ, അതിന്റെ തൊട്ടരികിൽ ഇനി ഒരു ബിൽഡിംഗ് കൂടിയുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. ആ നിലകൾ പോലുള്ള ബിൽഡിംഗ്. ഇത് കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ. ഹോട്ടലിന്റെ പേരൊക്കെ നിങ്ങൾ അറിയാൻ പറ്റും. താജ് എന്ന് പറയും, താജ് ഹോട്ടൽ. ബോംബെയിൽ ബോംബ് ബ്ലാസ്റ്റ് എല്ലാം നടന്നത്, ബ്ലാസ്റ്റ് നടന്നത് ഇവരുടെ ഹോട്ടലിലാണ്, താജ് ഹോട്ടലിലാണ്. കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ ടാറ്റ കമ്പനിയുടെ ഹോട്ടലാണ്. ഇതിനുശേഷം ആ താജ് ഹോട്ടലിന്റെ ഇടയിലൂടെ നോക്കിയേ, വെള്ളം ഒഴുകുന്നുണ്ടോ? അതാണ് ആ വില്ലിംഗ് ടണലിന്റെ എതിർവശം, സെക്കൻഡ് ഹാർബർ എന്ന് പറയും കേട്ടോ. ഇപ്പൊ ഈ ഐലൻഡ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലൊന്ന് രൂപം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഐലൻഡ് 2 സൈഡിലും വെള്ളം ചുറ്റിയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ദ്വീപാണ്. 2 സൈഡിലും ഹാർബറാണ് കേട്ടോ. ഈ ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഭാഗത്ത് കൂടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ആലപ്പുഴയിൽ പോകണം. അടുത്ത ഡിസ്ട്രിക്റ്റാണ് ആലപ്പുഴ. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണുള്ളത്? എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ മനസ്സിലാവും. കാരണം എന്താണെങ്കിൽ നമ്മുടെ ബോട്ട് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ വേമ്പനാട്ട് കായലും മുല്ലപ്പെരിയാറും കടലും കൂടി ഒന്നിച്ച് കാണാൻ പറ്റും. നിങ്ങൾ നോക്കി മുന്നോട്ട് നോക്കി ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? അവിടുന്ന് ഒരു കപ്പൽ വരുന്നുണ്ട്, ഒരു കറുത്ത കളർ കപ്പൽ വരുന്നുണ്ട് കേട്ടോ. ആ കപ്പൽ വരുന്നത്, ഒരു നീല കളർ കപ്പൽ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു കപ്പൽ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്താണ് അറബിക്കടൽ കേട്ടോ. എൻഡ് ഓഫ് ദി ബാക്ക് വാട്ടർ തീരുന്ന ഭാഗമാണ് കേട്ടോ. ഇടതുവശത്ത് വേമ്പനാട്ട് കായലും വലതുവശത്ത് പെരിയാറുമാണ് കേട്ടോ. 2 കായലും കൂടി ചേർന്നൊഴുകിയിട്ട്
അറബിക്കടലാണ്. എന്റെ ആണ് കണ്ട ലാസ്റ്റ് ആ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കപ്പൽ ലക്ഷദ്വീപിലേക്ക് പോകുന്ന കപ്പലാണ്. ആ നീല കളർ കപ്പൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഷിപ്പാണ് പോകുന്നത്. ലക്ഷദ്വീപിലേക്ക് പോകുന്ന VIP-കളെ കൊണ്ട് പോകുന്ന ഒരു ഷിപ്പാണ്. ഇപ്പൊ പോകണം ലക്ഷദ്വീപിലേക്ക് പോകണം കപ്പൽ. അത് ഷിപ്പിന്റെ ട്രാവലിംഗ് ടൈം 28 മണിക്കൂറാണ്. ബാക്കിയാൻ പറ്റും. ഓക്കെ, ആ ലക്ഷദ്വീപിലേക്ക് ഒരു കപ്പല് നിങ്ങൾ പോകുന്ന കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, വിട്ടേക്ക്. അതിനുശേഷം ഇവിടെ നമ്മുടെ നോക്കി ഇടതുവശത്തേക്ക് നോക്കി എല്ലാവരും കുട്ടികളെല്ലാം ഇടതുവശത്തേക്ക് നോക്കടാ. അവിടെ സിംഗപ്പൂരിന്റെ കപ്പൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അൾട്രാടെക് സിമെന്റ് കമ്പനിയുടെ സിമെന്റ് കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് നിൽക്കുന്നത് കേട്ടോ. ആ സിമെന്റ് കമ്പനിയുടെ അരികിൽ നിൽക്കുകയാണ്. അത് പമ്പ് ചെയ്ത് ആ സിമെന്റ് കാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹാർബറിന്റെ സെക്കൻഡ് പൊസിഷനാണ് കാണുന്നത്. ഏതാണ്? പറയാം. അതിനുശേഷം ഇടതുവശത്ത് നോക്കി, ഇടതുവശത്ത് ഇത് നേവിയുടെ തന്നെ നമ്മൾ ബോൾ പോലെ ഒരു കപ്പൽ കണ്ടില്ലേ, നേവിയുടെ കപ്പൽ. അതിന്റെ തന്നെ ഒരു സെപ്പറേറ്റ് വിങ് ആണ് ഈ കാണുന്നത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയും. ഇത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഇരുന്ന കാലത്ത് 1972 നമ്മള് തീരസംരക്ഷണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു നേവൽ ഫോഴ്സ് ആണ് ഈ കാണുന്നത്. അവരുടെ ട്രെയിനിങ് സെന്റർ ആണ്, നേവിയുടെ ട്രെയിനിങ് സെന്ററാണ്. ഇന്ത്യയിലെ തന്നെ 2 പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്ററുകളാണ് ഉള്ളത്. ആന്ധ്രയിലെ വിശാഖപട്ടണം, കേരളത്തിലെ കൊച്ചിനുമാണ്. അതിന്റെ അവരുടെ കപ്പലുകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് കൂടാതെ അവിടെ കാണുന്ന കണ്ടാ അവിടെ ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. അത് കോസ്റ്റ് ഗാർഡ് പിടിച്ചു വെച്ചിരിക്കുന്ന ബോട്ടുകളാണ് കേട്ടോ. അനുമതിയില്ലാതെ നമ്മുടെ ബോർഡറിലേക്ക് കയറി വന്നിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ബോട്ടുകളാണ്. ഗോട്ടിയ പോലത്തെ ബോട്ടുകളാണ് കേട്ടോ. കുളച്ചിൽ നിന്നും ദ്വീപിൽ നിന്നും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കോസ്റ്റ് ഗാർഡിന്റെ പണിയാണ്. അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ബോട്ടാണ് കാണുന്നത് കേട്ടോ. അതിനുശേഷം നമ്മള് നമ്മുടെ ബോട്ടിന്റെ പരിദോഷം നോക്കിക്കേ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു കപ്പലാണ്. നിങ്ങളെല്ലാം കൊച്ചുകുട്ടികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണ്ണുമാന്തി കപ്പൽ എന്ന് കേട്ടോ നിങ്ങൾ? മണ്ണുമാന്തി കപ്പൽ, അതേ കപ്പലാണ് ഈ വരുന്നത്, മണ്ണുമാന്തി കപ്പൽ കേട്ടോ. ഇന്ത്യയിലെ തന്നെ മണ്ണുമാന്തി കപ്പലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്, വലിയൊരു കപ്പലിന്റെ ഡിപ്പാർട്ട്മെന്റ്. ആ കമ്പനിയുടെ പേരാണ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ അവിടെ വായിക്കാൻ പറ്റുക. കപ്പലിന്റെ DCI എന്ന് പറയും. DCI, ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 33 ഇതേപോലത്തെ കപ്പലുള്ള ഒരു വലിയ കോർപ്പറേഷനാണ്. എന്താണ് ഇവരുടെ പണി എന്ന് അറിയാമോ? ആഴം കൂട്ടൽ മാത്രമാണ്. കപ്പൽ ചാലിന്റെ ചാലുകൾ ആഴം കൂട്ടുക എന്നുള്ള പണിയാണ് ഇവർ ചെയ്യുക. ഓക്കെ, ഈ കപ്പൽ ഇപ്പോ അവർക്ക് കടലിൽ പോയിട്ട് മണ്ണ് തള്ളിയിട്ട് തിരിച്ചു വരികയാണ്. അവരിപ്പോ അവർക്കൊരു സർവേ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും, എവിടെയാണ് ആഴം കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട അടയാളങ്ങളില്ലേ, പച്ച കളർ ചുമപ്പ് കളർ അടയാളം, ആ അടയാളങ്ങളുടെ എവിടെയാണ് ഇപ്പോൾ ആഴം കുറഞ്ഞേക്കണമെന്ന് അവർക്ക് ഹാർബർ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ആഴം കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന്റെ മുകളിൽ 2 പൈപ്പുകൾ ഇരിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ കേട്ടോ. ബാക്ക് സൈഡിൽ 2 കറുത്ത കളർ പൈപ്പ് ഇരിക്കുന്നുണ്ടോ, തുരുമ്പ് പിടിച്ച പോലെ. ആ പൈപ്പുകൾ എവിടെയാണ് ആഴം കൂട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കപ്പൽ വളരെ സാവധാനത്തിൽ ഓടിച്ചിട്ട് വെള്ളത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് വിട്ടിട്ട് എന്ത് ചെയ്യും? വലിച്ചെടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളിയിലൊക്കെ കാർപ്പറ്റ് ക്ലീൻ ചെയ്യില്ലേ, കാർപ്പറ്റ് വാക്കം ക്ലീനറുടെ പണിയാണ് അത് ചെയ്യാം. മൊത്തത്തിൽ വലിച്ചെടുക്കും. വെള്ളം, ചേറ്, ചെളി, മണ്ണെല്ലാം ചേർത്ത്, മണ്ണ് മാത്രം ആ കപ്പലിന്റെ കൂടെ ലോഡാകും. വെള്ളമെല്ലാം സ്പ്രേ ചെയ്ത് പുറത്തേക്ക് കളയും. എന്നിട്ട് ലോഡാകുമ്പോൾ വീണ്ടും അറബിക്കടലിൽ പോയിട്ട് ഡപ്പ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വരും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് വില്ലിംഗ് കനാലിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോട്ടിന്റെ ഇടതുവശത്ത് കാണുന്നത് ഫോർട്ട് കൊച്ചിയാണ്. ഈ ഇടതുവശത്ത് കാണുന്ന ഒരു ദ്വീപാണ് കേട്ടോ. ഇതാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. ചരിത്രപരമായ വാസ്കോഡിഗാമ എന്ന് പറയും. വാസ്കോഡിഗാമനെ കേട്ടോ? വാസ്കോഡിഗാമ പഴയ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന നാവിഗേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം വന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് എവിടെ വന്നത്? കാപ്പാടാണ് വന്നത്. 1498 കോഴിക്കോട് എന്ന സ്ഥലത്ത് കാപ്പാടെന്നാണ്, കടപ്പുറത്താണ് അദ്ദേഹം വന്നത്. 2ാമത്തെ പ്രാവശ്യം ഇന്ത്യയിൽ വന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. 1502 വാസ്കോഡിഗാമ 2ാമത്തെ പ്രാവശ്യം വന്നത്. 1503 വാസ്കോഡിഗാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ക്രിസ്ത്യൻ പള്ളി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, അദ്ദേഹം മരിച്ചത് ഇവിടെ വെച്ചാണ്. ഓക്കെ, അദ്ദേഹം മരിച്ചത് ഇവിടെ വെച്ചാണ്. 1524 ഡിസംബർ 24 ഒരു മലമ്പനി പനി ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, ചരിത്രമാണ്. ലോകത്തിലെ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് കാണുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഫോർട്ട് കൊച്ചി. ചെമ്പട്ടിപ്പള്ളി ഇവിടെ, ചെമ്പട്ടിപ്പള്ളി. നിങ്ങളിപ്പോ ഇനി ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ബസ്സിൽ പോകുന്ന ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഒരു പള്ളി പോകാൻ പോകുന്നത് ഈ ഫോർട്ട് കൊച്ചിയിലാണ്. ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ചെമ്പട്ടിപ്പള്ളിയിൽ നമ്മൾ പോകും. ഓക്കെ, ആ സ്ഥലമാണ് ഇത്. ഫോർട്ട് കൊച്ചിയാണ് നമ്മൾ കാണുന്നത്.
പിണറായി വിജയന്റെ മുമ്പിൽ, മുഖ്യമന്ത്രിന്റെ മുമ്പിൽ എന്റെ സംസാരം ഞാൻ നിർത്താൻ പോണു കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കണം. ഇനി നിങ്ങളോട് ഉസ്താദന്മാർ കുറച്ചു നേരം സംവദിക്കും. ഓക്കെ, ഞാൻ സംസാരം ഇപ്പൊ നിർത്തും. ഓക്കെ, അതിനുശേഷം ഇപ്പോ ഫോർട്ട് കൊച്ചിയുടെ ഭാഗത്ത് കണ്ട ഈ സൈഡിൽ കാണുന്നതൊക്കെ പ്രത്യേകത ഉള്ള സ്ഥലം. അസ്പിൻ വാൾ എന്താണെന്നറിയോ? അസ്പിൻ വാൾ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്പൈസസ് കയറ്റുമതി ചെയ്ത ഒരു കമ്പനിയാണ്. സ്പൈസസ് എന്നറിയില്ലേ, സുഗന്ധദ്രവ്യങ്ങൾ കയറ്റുമതി ചെയ്ത ഒരു കമ്പനി. നമ്മൾ അവിടെ വരും, അവിടെ വരും. ഞാനാണോ പറഞ്ഞത് അങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ട് വരും. ഓക്കെ, ഇടതുവശത്ത് കണ്ടോളൂ, ഇടതുവശത്ത് കണ്ടോളൂ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫോർട്ട് കൊച്ചിയുടെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെ അവസാന ഭാഗം. ഈ ഫോർട്ട് കൊച്ചിയുടെ അവസാനം ഇടതുവശം അവസാനം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അറബിക്കടലാണ് കേട്ടോ, കടലാണ്. കടലിന്റെ തീരത്തേക്കാണ് വരുന്നത്. ഫോർട്ട് കൊച്ചിയുടെ ബീച്ചൊക്കെയാണ് ഈ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു വണ്ടി കാണാൻ പറ്റും ഇടതുവശത്ത്. ആ വണ്ടിയിൽ എന്താണ് കയറ്റുന്നത് നോക്കി നിങ്ങൾ. ആ, എല്ലാം ഉണ്ട് അല്ലേ. നമ്മളുടെ ബോട്ടിൽ ആളെ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ അതിന്റെ അകത്ത് ആളെയും വണ്ടിയും കയറ്റാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടാ. അത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്കുള്ള സർവീസാണ്. ഫോർട്ട് കൊച്ചി ടു വൈപ്പിൽ, രണ്ട് ദ്വീപുകളുടെ ഇടയിലാണ് നമ്മളുള്ള ജങ്കാർ സർവീസ് എന്ന് പറഞ്ഞാൽ റോറോ ജങ്കാർ സർവീസ്. ഓക്കെ, ഇടതുവശത്ത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി വലതുവശത്ത് നമ്മൾ കാണുന്ന വൈപ്പിലാണ്. വൈപ്പിൽ ഓക്കെ, ഒത്തിരി കിലോമീറ്റർ. ആ സൈഡ് 3 പാലങ്ങളുണ്ട്, ഈ സൈഡിൽ 3 പാലങ്ങളുണ്ട്. ഒത്തിരി കിലോമീറ്ററുകൾ, 10-17 കിലോമീറ്റർ റൗണ്ട് ചെയ്ത് വന്നെങ്കിൽ ഇതാ. ഇത് ആൾക്ക് 10 രൂപ. വണ്ടിക്ക് ബസ്സിന് 50 രൂപയാണ്, കാറിന് 50 രൂപയാണ്. ബസ്സിന് 150 രൂപ, 200 രൂപ അങ്ങനെ. കാർ ബസ്സിനല്ലേ? ആ, ബസ്സിന് 400 രൂപ, കാറിന് 50 രൂപ. ഒറ്റ പ്രാവശ്യം ആളടക്കാണ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് കടപ്പുറത്തിന്റെ ഫോർട്ട് കൊച്ചിയുടെ അവസാനത്തിൽ ചൈനീസ് നെറ്റാണ് ഈ കാണുന്നത്. ചൈനീസ് നെറ്റ്, ചീനവലകൾ. ചീനവല നിങ്ങൾ ചരിത്ര പ്രത്യേകതകളുള്ള വലകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 400 വർഷത്തിന് മുമ്പ് ചൈനക്കാർ ഇവിടെ വ്യാപാരത്തിൽ വന്ന സമയത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വലകളാണ് ഈ കാണുന്നത് കേട്ടോ. അവരിവിടെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടുകാർ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചീനവലകളാണ്. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പൊ എല്ലാം മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ കുറച്ചുള്ളൂ. കണ്ടാന്നറിയോ? ഇപ്പൊ നമ്മൾ ലോ ടൈഡിലാണ് വന്നിരിക്കുന്നത്. ഹൈ ടൈഡ് ഉണ്ട്, ലോ ടൈഡ്, ഹൈ ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റ വേലിയിറക്കം. ഓക്കെ, വെള്ളം കടലിൽ നിന്ന് കായലിലേക്ക് വരികയും കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിനാണ് വേലിയേറ്റ വേലിയിറക്കം എന്ന് പറയുന്നത്. ഇപ്പോ വേലിയിറക്കമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കായലിൽ നിന്ന് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കുറച്ചേ അവർക്ക് മീൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് അവരിടില്ല വല. അതുകൊണ്ടാണ് എല്ലാം പൊക്കി മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി വേലി ഏറ്റമുണ്ട്, കടലിൽ നിന്ന് കായലിലേക്ക് വെള്ളം കയറി വരുന്ന സമയത്താണ് അവർ വലയെല്ലാം ഇടുള്ളൂ. ആ സമയത്ത് അവർക്ക് കുറെ മീൻ കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നോക്കിക്കുക, ഇടതുവശത്ത് അറബിക്കടലാണ്, അറേബ്യൻ സീ ആണ് കാണുന്നത്. അവിടെ തിരമാല അടിക്കുന്ന ആ കോർണറിൽ നിന്ന് തിരമാല അടിക്കുന്ന ഭാഗത്ത് നിന്ന് അറബിക്കടലാണ് കേട്ടോ. അവിടെ തിരമാല അടിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കടലാണ്. പക്ഷെ ഇപ്പോ ഇന്ത്യൻ മാപ്പില് നമ്മൾ വന്നിരിക്കുന്നത് അവസാനത്തിലാണ്. ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞ നാടില്ല കേട്ടോ. ഇത് കഴിഞ്ഞാല് നാടില്ല, കംപ്ലീറ്റ് കടലാണ്. കടലിലൂടെ യാത്ര ചെയ്യുന്ന ആദ്യം പോയി ചേരുന്നത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്ക. ഓക്കെ, അത് LNG എന്താ പറയുക നിങ്ങൾ കാണാനല്ലേ? ഒരു LNG എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കപ്പൽ ഇപ്പൊ വന്ന് ചേരുന്ന കപ്പലാണ് കേട്ടോ. അതിന്റെ സൈഡിൽ 2 ടഗുകളാണ് നിൽക്കുന്നത്. ടഗുകൾ, സപ്പോർട്ടിംഗ് കപ്പലാണ്, ടഗ് ബോട്ട് എന്ന് പറയും. അതിനെ പുഷ് ചെയ്ത് ആ കപ്പൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിന്റെ പ്രത്യേകത എന്താ പറയുക? അതാണ് ഗ്യാസ് കപ്പലാണ്. ഗ്യാസ്, കുക്കിംഗ് ഗ്യാസ് ഇല്ലേ? നാച്ചുറൽ ഗ്യാസ്. അത് വന്ന് ചേരുന്നതാണ് കേട്ടോ. അത് അവിടെ നിന്ന് പ്ലാന്റ് ഉണ്ട്, വലിയ ടാങ്ക് ഉണ്ടോ? ആ ടാങ്ക് LNG ടാങ്കുകളാണ് കാണുന്നത്. ആ ടാങ്കുകളിലേക്ക് ഇനി കപ്പലിൽ നിന്ന് പമ്പ് ചെയ്ത് വിടും. പമ്പ് ചെയ്ത് വിട്ടിട്ട് ഇനി പൈപ്പ് ലൈൻ പോയിട്ട് പ്ലാന്റിൽ പോയിട്ട് സിലിണ്ടർ നിറച്ചിട്ടാണ് നമ്മൾക്ക് നാട്ടിലൊക്കെ കിട്ടുക. അതേപോലെ സംവിധാനമാണ് കാണുന്നത് LNG. വളരെ കുറച്ചാണ് ടൂറിസ്റ്റുകൾ വെച്ചിട്ട് വളരെ സ്പീഡിൽ പോകും. കപ്പലിന്റെ ബോട്ടിന്റെ ഒക്കെ നോട്ടിക്കൽ മൈല പറയും, കിലോമീറ്റർ സ്പീഡ് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർട്ട് കൊച്ചി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മുടെ ബോട്ടിന്റെ ഇടതുവശം എന്താണ്? വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപാണ്. വൈപ്പിന്റെ ദ്വീപിന് ഒരു പ്രത്യേകത എന്താ അറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദ്വീപാണ്, ജനസാന്ദ്രതയേറിയ ഒരു ദ്വീപാണ്. ഈ ദ്വീപിന്റെ ചുറ്റളവ് 24 കിലോമീറ്ററാണ്. 3 ഭാഗവും കായലും 1 ഭാഗം കടലുമാണ്. 3 ഭാഗം കായലും 1 ഭാഗം കടലുമാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ദ്വീപിന്റെ പേരാണ് വൈപ്പിൻ. പഴയ ആളുകൾക്കൊക്കെ അറിയാം, പഴയ മദ്യദുരന്തമൊക്കെ നടന്നൊരു നാടാണ് വൈപ്പിൻ. മദ്യദുരന്തം എന്നൊക്കെ പറയും, നടന്നൊരു നാടാണ് വൈപ്പിൻ. കേരളത്തിലെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന 24 കിലോമീറ്റർ ചുറ്റുള്ള ദ്വീപാണ്. ഈ ദ്വീപിന്റെ എന്തിനാണ് ചെറായി ബീച്ച് എന്നുള്ള പ്രത്യേകത ഉള്ളത്? ഇപ്പൊ ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരു പുതിയ ബീച്ചാണ് ചെറായി ബീച്ച്.
ആ ഫോർട്ടൂജിന്റെ ഓപ്പോസിറ്റ് കടലാണ് ഇതാ കാണുന്നത്. മൂന്ന് സൈഡ് കായലാണ്. ഫോർട്ടൂജിന്റെ ഫുള്ള് ഒരു സൈഡ്, ഈ രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പുറം കംപ്ലീറ്റ് കടലാണ്. രണ്ട് സൈഡ് മാത്രം കായലുള്ളൂ. ആ അപ്പുറം ബാക്കിലെ കംപ്ലീറ്റ് കടലാണ്. ഇത് മറ്റേ സാധനം വരുന്നത് ജങ്കാർ വരുന്നുണ്ടോ? അത് കാണാൻ പറ്റും. ഇത് രണ്ട് ജങ്കാറുകളുണ്ട്. അതിലൊരു ജങ്കാർ അവിടെ നിന്ന് പുറപ്പെടുമ്പോ ഒരു ജങ്കാർ ഇങ്ങോട്ട് വരും കേട്ടോ. ഫ്രണ്ടിൽ വരുന്ന ജങ്കാർ കണ്ടോളൂ പറ്റുള്ളൂ. അതാ ഓരോ സമയത്ത് പോകുന്നു വരുന്നത്. അതവിടെ വന്നാലേ ഇത് അവിടെ നിർത്താൻ പറ്റുള്ളൂ. അതാ ഓരോ സമയത്ത് വരുന്നു പോകുന്നു. ഇത് ഇറക്കിയത് എല്ലാരും അവിടെ പോയി കഴിഞ്ഞാൽ ബാക്ക് പോകും. അതാ പ്രശ്നം. ലോഡ് അവിടെ ആകുമ്പോൾ ബാക്ക് പാമ്പുണ്ട്. പോയിട്ട് കാണുന്നില്ല, പട്ടത്തിലല്ലേ പോര്. എങ്ങോട്ട് പോ. ജങ്കാർ പോകുന്നു കേട്ടോ. ഒരു ജങ്കാർ അങ്ങോട്ട് പോകുമ്പോ ഒരു ജങ്കാർ ഇങ്ങോട്ട് പോകും. രണ്ട് സൈഡിലും കാണാൻ പറ്റും. ഫ്രണ്ടിൽ നോക്കട്ടെ നിങ്ങൾ എല്ലാവരും. റോറോ ജങ്കാറാണ്. വൈപ്പിനിലേക്കുള്ള, വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ജങ്കാർ സർവീസ് ആണ്. ഈ കാറ്റ് കൊള്ളുന്നതിന് ഒരു പ്രശ്നമില്ല. കാറ്റ് ചില്ല് അത് കുറിച്ചിട്ട് അറിയണേ. അതില് എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും വണ്ടിയില്. രാവിലെ 6 മണി തുടങ്ങി രാത്രി 9 മണി വരെ ഉണ്ടാവും. കാലുകിട്ടിയിരിക്കണമെങ്കിൽ ജങ്കാർ കേട്ടോ. വാഹനങ്ങൾ ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വ്ലോഗ് സ്റ്റാർട്ട്. ഓട്ടോറിക്ഷ, അതേപോലെ ഡോൾഫിന്റെ ഏരിയയിലാണ് നമ്മളുള്ളത്. ഡോൾഫിൻ പോയിന്റിലാണ്. ഈ കായലും കടലും കൂടി സംഗമിക്കുന്ന ഭാഗത്താണ് ഡോൾഫിൻ ഉള്ളത്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ടൈഡിന്റെ ടൈമാണ്. ലോ ടൈഡിന്റെ ടൈമിൽ വളരെ അപൂർവമായിട്ട് അവരെ കാണാൻ പറ്റും. ഹൈ ടൈഡിൽ വന്നാൽ, ഹൈ ടൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളം വേലി ചെയ്ത സമയത്ത് ഫുള്ളായിട്ട് ആ മണ്ണ് കാണുന്നതാണ്. ആ മണ്ണൊന്നും കാണാൻ പറ്റില്ല. അത്രയോളം വെള്ളം ഉണ്ടാവും. ആ വെള്ളമുള്ള സമയത്താണ് ഡോൾഫിൻ ഇവിടെ വന്ന് മറിയുക. ആ സമയത്താണ് കൂടുതൽ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടെ പറ്റില്ലേ? അതന്നെ ഫോട്ടോ വെച്ചിന്ന് വൈപ്പിലേക്ക് എത്ര ദൂരമുണ്ട്? അതെ കാണുന്നുണ്ട്. അപ്പുറത്തെ ദ്വീപിൽ നിന്ന് ഇപ്പുറത്തെ ദ്വീപിലേക്ക് പറയാം. അല്ല ഇപ്പൊ പറഞ്ഞ നമുക്ക് വൈപ്പിൽ ഇറങ്ങാം. ഞങ്ങൾ ചെമ്പട്ടിയിലേക്ക് പോകുന്നത്. ചെമ്പട്ടിയുള്ളത് ഫോട്ടോ കൊച്ചിയിൽ, കോഴിക്കോടും ഇല്ലേ നമ്മുടെ ഇവിടെ ബേപ്പൂരില്ലേ ഇത് ജങ്കർ. ആ കാണുന്നതാണ് അറബിക്കടൽ. കണ്ടില്ലേ? ഇനി ഒരു ചെറിയൊരു എന്റെ വിശദീകരണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ചെറുതായിട്ട് മധു പാട്ടുകളൊക്കെ പാടും. ഉസ്താദ് കുറച്ചു നേരം കുട്ടികളോട് സംബന്ധിക്കും. ഓക്കെ, അതാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി. ഇനി ഒരു പ്രത്യേകത കൂടി വരുന്നുണ്ട്. നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ടില് വലതുവശത്ത് വരുന്നത്, ഫ്രണ്ടില് ഇടതുവശത്ത് വരുന്നത് അത് കണ്ടൽക്കാടാണ് വരുന്നത്. വൈപ്പിൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രത്യേകതയാണ്. അതൊരു ദ്വീപ് കൂടിയാണ്. ആ ദ്വീപിന്റെ പേരെന്താണെന്ന് വെച്ചാൽ വല്ലാർപാടം എന്ന് പറയും. വല്ലാർപാടം, ആ ദ്വീപിന്റെ പേരാണ് വല്ലാർപാടം. ആ ദ്വീപിൽ ഒരു ഹാർബർ ഉണ്ടാക്കിയിരിക്കുന്നത് പുതിയതായിട്ട് നമ്മൾ കാണാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഇപ്പോ ഷിപ്പൊന്നുമില്ല. ഒരു കണ്ടെയ്നറുകളൊക്കെ നിറച്ചിരിക്കുന്നുണ്ട്, ക്രെയിനൊക്കെ ഉണ്ട്. ഇത് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം കണ്ടത് പഴയ ഹാർബർ ആണെങ്കിൽ ഇത് പുതിയ ഹാർബറാണ്. വലതുവശം നമ്മളിപ്പോ കണ്ടുവന്നത് പഴയ ഹാർബറാണ്. പക്ഷേ ഇപ്പോ നമ്മുടെ ബോട്ടിന്റെ ഇടതുവശം നമ്മൾ കാണാൻ പോകുന്നത് പുതിയ ഹാർബറാണ്. ഈ ഹാർബർ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2005 സെൻട്രൽ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹാർബറാണ്. ഇത് കണ്ടെയ്നർ മാത്രം കയറ്റുമതി ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ഹാർബറാണ്. നിങ്ങൾ കാണാൻ പറ്റും കാർഗോ ഷിപ്പുകൾ, കാർഗോ ഒക്കെ കണ്ടെയ്നറൊക്കെ ഒത്തിരി റെഡിയായി വന്നിരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോ കപ്പൽ വന്നതിന് ശേഷം ആ കണ്ടെയ്നർ കപ്പലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു ഹാർബറാണ്. 2005 നിർമ്മാണം തുടങ്ങിയത്. 2012 ഇവിടെ ആദ്യമായിട്ട് കയറ്റുമതി ഇറക്കുമതി ചെയ്ത്. ഈ ഹാർബറിനെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു BOT കോൺട്രാക്ട് ബേസിൽ ചെയ്തിരിക്കുന്ന ദുബായിൽ ഒരു കമ്പനിയാണ് ഇതിന് മൊത്തം പൈസ ചെലവാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ക്രെയിനിലൊക്കെ വായിക്കാൻ
വായിക്കാൻ പറ്റും. DP വേൾഡ് എന്നൊരു പേര് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ദുബായിലെ ഒരു കമ്പനിയാണ് ഏകദേശം 2800 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹാർബറിന് വേണ്ടിയിട്ട്. 2012 ഇരുന്ന് 33 വർഷത്തേക്ക് ലീസിന് വാടക കൊടുത്തിരിക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ദുബായിലെ കമ്പനിക്ക്. അതാണ് നിങ്ങൾ കാണുന്ന പുതിയ ഹാർബറാണ്. നിർഭാഗ്യവശാൽ കപ്പലൊന്നുമില്ല, കപ്പലെല്ലാം പോയിരിക്കുകയാണ്. ഇനിയിപ്പോ കണ്ടെയ്നർ ഷിപ്പ് വന്നതിന് ശേഷം ആ ക്രെയിനിന്റെ അടുത്ത് നിർത്തിയിട്ട് കണ്ടെയ്നർ കയറ്റുകയും ഇറക്കുകയും ചെയ്യും. നിങ്ങൾ കാണാൻ പറ്റും. ഈ ഹാർബറിന്റെ പേര് ICTT എന്നാണ്, ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്മിഷൻ ടെർമിനൽ. കണ്ടെയ്നർ മാത്രം കയറ്റുമതി ഇറക്കുമതി ചെയ്യാനുള്ള ഒരു പുതിയ ഹാർബറാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ബോട്ടിന്റെ ഫ്രണ്ടിലെ ഇടതുവശം. മീൻവെട്ടിയല്ല കേട്ടാ, വിചാരിച്ചേക്കണ്ട. നിങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്താണ്. വിഴിഞ്ഞം തുറമുഖം അദാനി പോർട്ടിന്റെ കയ്യിലാണുള്ളത്, പ്രൈവറ്റ് ആണ്.